വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അടുത്ത ആഴ്ച 6ാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് വരാൻ പോകുകയാണല്ലോ. ഇതിനിടയിൽ പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു, റാങ്ക് പൊസിഷൻ ലിസ്റ്റ് എന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുക എന്ന്. റിസൾട്ട് വന്ന ഉടനെ റാങ്ക് പൊസിഷൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമോ, എത്ര വരെ റാങ്കാണ് പ്രസിദ്ധീകരിക്കാറുള്ളത് തുടങ്ങിയ പല കാര്യങ്ങളും ചോദിച്ചിരുന്നു. അതിൻ്റെ വ്യക്തതയോട് കൂടിയുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. മുഴുവനായിട്ടും കേൾക്കാൻ ശ്രദ്ധിക്കുക. പണ്ടൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആദ്യത്തെ 3 റാങ്കുള്ളവർക്ക് മാത്രമാണ് റാങ്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നത്. എന്നാൽ ഈ ഇടയായി റാങ്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ആദ്യത്തെ 10 പൊസിഷൻ വരെയുള്ളവർക്ക് റാങ്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണ്. അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ക്രൈറ്റീരിയ എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് റാങ്ക് സർട്ടിഫിക്കറ്റിന് അല്ലെങ്കിൽ റാങ്കിന് വേണ്ടി പരിഗണിക്കുന്നതല്ല. എന്നാൽ റീവാലുവേഷൻ റിസൾട്ടിൽ നിങ്ങളുടെ മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ അത് റാങ്കിനെ പരിഗണിക്കുന്നതാണ്. അടുത്ത ആഴ്ച 6ാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് വന്നാൽ എപ്പോഴാണ് റാങ്ക് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ റാങ്ക് പൊസിഷൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക എന്ന് ചോദിക്കുകയാണെങ്കിൽ, 6ാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് വന്നതിന് ശേഷം 6ാം സെമസ്റ്റർ പരീക്ഷയിൽ ഉദ്ദേശിച്ച മാർക്ക് കിട്ടാത്ത വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും റീവാലുവേഷന് കൊടുക്കും. ആ റീവാലുവേഷൻ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ റാങ്ക് പൊസിഷൻ ലിസ്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുള്ളൂ. പല വിദ്യാർത്ഥികളുടെയും തോന്നൽ പറയുകയാണെങ്കിൽ 6ാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനടി തന്നെ പൊസിഷൻ ലിസ്റ്റും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുമെന്നാണ്. അങ്ങനെയല്ല. 6ാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് വന്ന് റീവാലുവേഷന് കൊടുക്കേണ്ട ഡേറ്റും പ്രസിദ്ധീകരിച്ച് അതിൻ്റെ ടൈം ലൈനും കഴിഞ്ഞ് റീവാലുവേഷൻ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റാങ്ക് പൊസിഷൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയുള്ളൂ. ഈ റാങ്ക് പൊസിഷൻ ലിസ്റ്റ് പലപ്പോഴും ഈ റാങ്ക് സർട്ടിഫിക്കറ്റ് ഉള്ള വിദ്യാർത്ഥികൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. PSC വഴി ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ചില ഇൻ്റർവ്യൂസിനൊക്കെ ചോദിക്കുമ്പോൾ പലപ്പോഴും റാങ്ക് സർട്ടിഫിക്കറ്റിൻ്റെ ആനുകൂല്യമുള്ളവർക്ക് പ്രത്യേക പരിഗണന കിട്ടാറുണ്ട്. നിങ്ങൾക്ക് റാങ്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റിയിൽ പോയി അപ്ലൈ ചെയ്യുക, അത് ക്ലെയിം ചെയ്യുക, വാങ്ങിച്ചു വെക്കുക. അത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. കൂടാതെ റാങ്ക് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുമ്പോൾ, റാങ്ക് പൊസിഷൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇക്കാര്യങ്ങൾ നേരത്തെ കൂട്ടി പറഞ്ഞു എന്ന് മാത്രം. പല വിദ്യാർത്ഥികൾക്കും റാങ്ക് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം അറിയില്ല, റാങ്ക് പൊസിഷൻ ലിസ്റ്റിൻ്റെ കാര്യം അറിയാത്തത് കൊണ്ടാണ് വീണ്ടും നമ്മൾ ആവർത്തിച്ച് പറയുന്നത്. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകളും കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.